പുറകിലൂടെ നടന്നുപോയിട്ട് അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ, അനാവശ്യത്തിന്റെ, അശ്ലീലതയുടെ, ആഭാസത്തിന്റെ നടുവിലൂടെ നടന്നുപോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരൊറ്റ ദിവസം കൊണ്ട് സ്വന്തം മകനെയും തിരിച്ചു കിട്ടി. അന്ന് മക്കയിലെ ഏറ്റവും വലിയ പണക്കാരൻ ഇന്നലെ വരെ പട്ടിണിയിൽ കിടന്ന വീട് പിറ്റേ ദിവസം രാവിലെ മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ വീടായി. 4000 ആട്ടിൻകുട്ടികളാണ് വീട്ടുമുറ്റത്ത് വന്നത്. എന്ത് ചൊല്ലിയപ്പോ അലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരൊറ്റ ദിക്ർ ചൊല്ലിയപ്പോ ഒരൊറ്റ ദിവസം കൊണ്ട് പണക്കാരനായി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആദരവായ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, അൽ ഹൗകലത്തു ശിഫാഉൻ ലിതിസദിൻ വതസീന ദാ. പതിവായി നിങ്ങൾ ഹൗകല ചൊല്ലിക്കോ, അത് 99 രോഗത്തിനുള്ള മരുന്നാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എനിക്ക് സമയം കളയാനില്ല. അൽ ഹൗകലത്തു ശിഫാഉൻ ലിതിസദിൻ വതസീന ദാ. പതിവായി നിങ്ങൾ ഹൗകല പറഞ്ഞു, അത് 99 രോഗത്തിനുള്ള മരുന്നാണ്. ഐസറുഹാൽ ഹമ്മു, അതിലേറ്റവും ചെറിയ രോഗം മനസ്സിന്റെ ടെൻഷൻ മാറലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പതിവായി ഹൗകല പറഞ്ഞു, 99 രോഗത്തിനുള്ള മരുന്ന്. 99 രോഗത്തിലുള്ള മരുന്ന് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ കിട്ടൂല. ഇവിടെ ഉണ്ടോ കോട്ടക്കൽ ആര്യവൈദ്യശാല? ഇല്ല അല്ലേ? എന്നാ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിൽ കിട്ടൂല. ആര്യവൈദ്യ ഫാർമസിയിൽ കിട്ടൂല ഈ സാധനം. ഇതിവിടെ കിട്ടൂ. 99 രോഗത്തിന് ഒറ്റ മരുന്ന്. 99 രോഗം, അതിൽ ഏറ്റവും ചെറിയ രോഗം ഐസറുഹാലങ്ങോ, മനക്ലേശം മാറല. പിന്നെയും എത്രയെത്രയോ പ്രയാസങ്ങളാ. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ. ലാഹൗലലേഹ്യം മുഴുവനും അതിനുള്ളതാ. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ. ലാഹൗലലേഹ്യം മുഴുവനും അതിനുള്ളതാ. ദാരിദ്ര്യമുണ്ടാവില്ല. കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാ. ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അനാ അകല്ല മിൻക മാലൻ വബലദാ. ഖുർആൻ പറഞ്ഞതാണ്, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും. ഹൗകല ചൊല്ലുക. ഹൗകല എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഇവിടെ നോക്ക. ഹൗകല എന്ന് പറഞ്ഞാൽ ഹൗകല എന്ന് പറഞ്ഞാൽ എന്താ? മോനെ, അത് തന്നെയുടെ കുട്ടിയെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്റാണ് നമ്മൾ ഇന്ന് പറയുന്ന ഒന്നാമത്തെ ദിക്ർ. ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലിയിട്ടാണ് നമ്മൾ അവസാന ദുആ ചെയ്യുക. അല്ലാഹുവേ, ഈ ദിക്ർ പരമാവധി ജീവിതത്തിൽ പറയുക. ഇൻഷാ അല്ലാഹ് പറയൂലേ? അതിരാവിലെ സുബഹിക്ക് ശേഷം നല്ലതാ, അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ. അതിരാവിലെ സുബഹിക്ക് ശേഷം നല്ലതാ, അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ. അതിരാവിലെ സുബഹിക്ക് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും ഏതാണ്ട് 114 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ പരമാവധി ചൊല്ലിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തന്നെ പറഞ്ഞ സമയമല്ലയോ? യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഞാൻ ഈ പറയുന്നത് ദിക്ർ ചെയ്താലുള്ള പ്രതിഫലങ്ങളാ. അല്ലാഹനെ അറിഞ്ഞിട്ട് ഓത്താലുള്ള ഒന്നാമത്തെ പ്രതിഫലം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും.